ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് 3 വർഷം മുന്നേ വൈറലായിട്ടുള്ള മസാല വർമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മസാല വർമ്മ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജീരകശാല റൈസില്ല, ആ റൈസാണ് കേട്ടോ ഞാനൊരു കപ്പ് എടുത്തിട്ടുള്ളത്. അത് കുതിർത്തതാണത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് സാദാ പച്ചരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1.5 കപ്പുണ്ട്. 1 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ചോറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ സാദാ റൈസ് എന്തായാലും അത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറേശ്ശെ ആയിട്ട് ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത്. അതുപോലെ അധികം കട്ടിയും വേണ്ട, എന്നാൽ ലൂസും ആവരുത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപ്പും മുളകും ചേർത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അരി ഒരു 3 മണിക്കൂറെങ്കിലും അരച്ചിട്ട് വെക്കണം കേട്ടോ. എന്നിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. നന്നായി പൊങ്ങി വരണം. നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന ആ സെക്ചറിൽ വരണം കേട്ടോ. അങ്ങനെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് ഇവിടെ വറുത്ത് കോരി മാറ്റാം കേട്ടോ. ഞാനിവിടെ മാവ് 3 മണിക്കൂറിന് ശേഷം കാണിക്കണത്. അങ്ങനെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പതഞ്ഞ് പൊന്തി വരും കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുക. ഇനി 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 പിടി മല്ലിയില നുറുക്കിയതുമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാവ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ അതിനൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ 2 ഒഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ക്യാപ്പില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അതാണ് ഒരു അരുവിൽ പറഞ്ഞത്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഞാൻ മെത്തേഡിൽ തന്നെ കൂട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അപ്പം കിട്ടും കേട്ടോ. നല്ല ബോൾസൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടുമേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ക്യാരറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല കാണാൻ തന്നെ നല്ല രസമാണ്. ഈ കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ കറി ഉണ്ടാക്കി കഴിക്കുക. ഊത്തപ്പമാണ് കേട്ടോ ഈ ചൂടുന്നത്. ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ തന്നെ. അതിൻ്റെ കൂടെ നല്ല കുറുമയോ അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടായാൽ അങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. അങ്ങനെ എല്ലാ അപ്പവും ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ പല വെജീസും ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, മുരിങ്ങയില അങ്ങനെയൊക്കെ ചേർത്ത് കാരണം നമുക്കിങ്ങനെ ഊത്തപ്പം ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനൊരു 6 ഊത്തപ്പം അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വർമ്മ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. മയോണൈസ് കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ മസ്റ്റാർഡ് സോസും കൂടി ഒഴിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയോണൈസ് എടുക്കാം കേട്ടോ. അങ്ങനെ മയോണൈസ് ഞാൻ അതിന് മുകളിൽ തേച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിലിടാൻ വേണ്ടിയിട്ട് മല്ലിയിലയും പിന്നെ തേങ്ങയും പച്ചമുളക്, ഉപ്പ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഊത്തപ്പം എടുക്കുക. അതിൻ്റെ മുകളിൽ മയോണൈസ് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം ചമ്മന്തി വിതറി കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ പീസില്ലേ അതും ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ. പിന്നെ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മയോണൈസൊക്കെ നന്നായിട്ട് തന്നെ പരട്ടി കൊടുക്കുക കേട്ടോ. അതങ്ങനെ ആ ഹോൾസിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്.
എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ, ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.